ഹലോ ഗൈസ്, ഒരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു 90% ആൾക്കാർ അറിയാൻ പറ്റുമായിരിക്കും, ഒരു 10% പേർക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസിറ്റ് ആയിട്ടുള്ള കണക്ഷൻ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ ഡബ്ലിൻ പോവുകയാണ്. ഡബ്ലിൻ പോകുമ്പോൾ ഖത്തറാണ് എടുത്തത്. ഖത്തർ എടുത്തപ്പോൾ എനിക്കൊരു 13 മണിക്കൂർ ഇവിടെ ലേബർ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു 13 മണിക്കൂർ ചുമ്മാ ഇവിടെ ഇരുന്ന ബോറടിച്ച് ആവും, അല്ലെങ്കിൽ പിന്നെ ലോഞ്ച് എടുക്കണം. ലോഞ്ച് എടുത്താലും അത് കിട്ടാൻ പാടാണ്. അവിടെ ചെന്നിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഖത്തറിൽ ഒരു ട്രാൻസിറ്റ് ടൂർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ അത് ബുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു ട്രാൻസിറ്റ് ടൂർ ബുക്ക് ചെയ്തേക്കുവാണ്. യൂറോയിൽ നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് പല പാക്കേജാണ്. ഒന്ന് എയർപോർട്ട് അവർ ചുറ്റി കാണിക്കുന്നൊരു പരിപാടിയുണ്ട്, പിന്നെ ഡെസേർട്ട് സഫാരി ഉണ്ട്, പിന്നെ കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമ്മളെ ബസ്സിൽ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ അങ്ങനെ 3 പാക്കേജാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഡെസേർട്ട് സഫാരി കുറച്ച് കൂടുതലാണ്, 226 ഖത്തർ റിയാലാണ് പറയുന്നത്. ഞാനെടുത്തത് 115 ഖത്തർ റിയാലിൻ്റെയാണ്. അപ്പോൾ നമുക്ക് യൂറോയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്കൊണ്ട് 30 യൂറോയിൽ താഴെ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയത് കാരണം നമ്മൾ വിസ അപ്ലൈ ചെയ്യണം. അതിവിടെ വന്നിട്ട് അവരുടെ കൗണ്ടറിൽ കാണിച്ച്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അവർ തന്നെ നമ്മുടെ വിസ അപ്ലൈ ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കൗണ്ടറിൽ വന്നു. ഇതാണ് കൗണ്ടർ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 to 6 ആണ്. 3 to 6 എടുക്കുമ്പോൾ നമ്മൾ 2 മണിക്കൂർ മുന്നേ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് വിസ കിട്ടിയിട്ടുണ്ട്. ഇതാണ് വിസ, ട്രാൻസിറ്റ് വിസ. ഇതിനെ അവർ ചാർജ് ചെയ്തത് 100 ഖത്തർ റിയാലാണ്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. എല്ലാവരും കൂടെ വന്നിട്ടായിരിക്കും ഇനി പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ എല്ലാവരെയും കൂടെ ഈ ഇങ്ങനെ പോകുന്ന പെണ്ണ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇനി ഇമിഗ്രേഷൻ ഉണ്ട്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഔട്ട് സൈഡ്. അപ്പോൾ നമ്മൾ ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയേക്കുവാണ്. ഇനി ബസ് വരുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ടൂർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ മുന്നേ തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം 2 മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം ഇവിടെ ഇമിഗ്രേഷനിലൊക്കെ കുറച്ച് തിരക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 മണിക്കൂർ മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് രീതിയിൽ ടൈം ബുക്ക് ചെയ്യുക. നമ്മൾ ബസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സാണോ മാത്രമല്ല വാനാണോ എനിക്ക് അറിയത്തില്ല. ഒത്തിരി ആൾക്കാരുണ്ട്, ഞാൻ വിചാരിച്ച പോലെയല്ല. പക്ഷേ മലയാളീസോ ഇന്ത്യൻസോ ആരും തന്നെ ഇല്ല കേട്ടോ. അത് തന്നെ മുന്നോട്ട് പോവുക. ഇത് ഖത്തർ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ബസ്. അപ്പോൾ നമ്മൾ ഹാൻഡ് ലഗേജ് എല്ലാം നമുക്ക് ബസ്സിൽ വെക്കാം. എന്നിട്ട് ഈ ബസ്സിൽ കയറിയാക്കി വേറെ സ്ഥലത്ത് കൊണ്ടുപോകുന്നു. ഡിസ്കവർ ജോബാണ്. എല്ലാ ടൂറും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു.
ലോങ് ലേ ഓവർ എയർപോർട്ടിൽ നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഇങ്ങനെ ടൂർ എടുക്കുന്നത്. നമ്മൾ ചുമ്മാ ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നതിനേക്കാൾ നല്ലതാണ് ചെറിയൊരു പൈസയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ലേ ഓവർ ചെയ്യുന്ന രാജ്യത്ത് നമുക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതല്ല നല്ലത്. അപ്പോൾ ഏതായാലും എനിക്കത് വെറുത്തായിട്ടാണ് തോന്നിയത്. എൻ്റെ കൂടെ ഒരൊറ്റ മലയാളികളില്ലായിരുന്നു, ഇന്ത്യക്കാർ പോലും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളാരും അങ്ങനെ ചെയ്യാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് നമുക്ക് നല്ല രീതിയിൽ ആ ടൈം നമുക്ക് യൂസ്ഫുള്ളായി മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.